നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തുകൊണ്ട് ഛത്തീസ്ഗഡ് ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകളുടെ അവസ്ഥ. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു ഉറപ്പായിരുന്നു BJP നേതൃത്വത്തിൽ നിന്ന് പുറത്തു വന്നത്. രാജീവ് ചന്ദ്രശേഖരനും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൽകിയ ഉറപ്പ്. കന്യാസ്ത്രീമാരെ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതയാക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളും. ജാമ്യാപേക്ഷയെ എതിർക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ മുന്നോട്ട് വരില്ല എന്നുള്ള ഉറപ്പായിരുന്നു അവർ നൽകിയത്. പക്ഷേ ഇവരുടെ ഉറപ്പിനെയൊന്നും യാതൊരു തരത്തിലുള്ള വിലയും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഛത്തീസ്ഗഡ് സർക്കാർ അവരുടെ നിലപാട് അറിയിച്ചത്. ബജ്രംഗ് ദളിന്റെ ആരോപണം ശരിവച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനെ എതിർക്കുമെന്ന് അറിയിച്ചു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ BJPയുടെ നില അതീവ ഗുരുതരമെന്നും BJP ഒന്നുമല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത്. കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർത്ത പ്രോസിക്യൂഷൻ നടപടിയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇന്ന് രംഗത്തുണ്ട്. ഈ ഒരു വിഷയത്തിൽ VD സതീശൻ പറയുന്നത്, ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെ കേരളത്തിലെ BJP നേതൃത്വം രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് എന്നാണ്. ഈ രാഷ്ട്രീയ നാടകം അപഹാസ്യമാണെന്നും കന്യാസ്ത്രീകളെ സ്ഥിരമായി ജയിലിൽ അടയ്ക്കാനുള്ള സംഘപരിവാർ നേതൃത്വത്തിന്റെ ഗൂഢതന്ത്രമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നുമുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ MP-മാർക്കും സഭാ നേതൃത്വത്തിനും നൽകിയിട്ടുള്ള ഉറപ്പിന് വിരുദ്ധമാണ് ജാമ്യ ഹർജിയെ സർക്കാർ അഭിഭാഷകൻ എതിർത്തതെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാർ അഭിഭാഷകനെ കൂടാതെ ബജ്രംഗ് ദളിന്റെ പ്രതിനിധീകരിച്ച് 10-ലധികം അഭിഭാഷകരാണ് കോടതിയിലെത്തിയിരുന്നത്. അതും സംഘപരിവാർ തിരക്കഥയുടെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ. കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തി കേസ് നിയമവിരുദ്ധമായി NIAക്ക് കൈമാറിയതിന് പിന്നിലും ഗൂഢാലോചനയുണ്ട് എന്നാണ് VD സതീശന്റെ പ്രതികരണം. അറസ്റ്റ് തെറ്റിദ്ധാരണയെ തുടർന്നാണെന്നും രാഷ്ട്രീയം കളിക്കരുതെന്നും കേരളത്തിലെ BJP നേതൃത്വം പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തതെന്നത് ശ്രദ്ധേയമാണെന്ന് VD സതീശൻ വ്യക്തമാക്കി. ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ച മതത്തിന്റെ പേരിൽ നിരപരാധികളെ ജയിലിലടയ്ക്കുന്ന സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയം അംഗീകരിക്കാനാകുകയില്ല. അന്യായമായി ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിന് കോൺഗ്രസും UDFും എല്ലാ പിന്തുണയും നൽകുമെന്നാണ് VD സതീശന്റെ ഉറപ്പ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് അറിയിച്ചു. കാപ്പട്യമാണ് BJPയുടെ മുഖമുദ്രയെന്നും സംഭവത്തിലൂടെ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് മുഖമാണ് വെളിപ്പെടുത്തുന്നത് എന്നുമാണ് അബിൻ വർക്കി ഫേസ്ബുക്കിൽ കുറിച്ചത്. ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർക്കില്ല എന്ന അമിത്ഷായുടെ വാക്കും പഴയ ചാക്കായെന്ന് അബിൻ വർക്കി പരാമർശിച്ചു. സെഷൻസ് കോടതിയിലും NIA കോടതിയിലും ഒരുപോലെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ എതിർത്ത BJP സർക്കാർ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് മുഖമാണ് എന്ന് വെളിവാക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും പോലുള്ള ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിയണം. അവർക്കെതിരെ പ്രതിഷേധമുണ്ടാകണമെന്നും അബിൻ വർക്കി വ്യക്തമാക്കി. അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു: കാപ്പട്യമാണ് BJPയുടെ മുഖമുദ്ര. ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ എന്ന NIA കോടതിയിൽ എതിർക്കില്ല എന്ന അമിത്ഷായുടെ വാക്കും പഴയ ചാക്കായി. സെഷൻസ് കോടതിയിലും NIA കോടതിയിലും ഒരേപോലെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ എതിർത്ത BJP സർക്കാർ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് മുഖമാണ് വെളിവാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും പോലുള്ള ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിയണം. അവർക്കെതിരെ പ്രതിഷേധമുണ്ടാകണം. അകാരണമായി തുറങ്കിലടക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ആലുവ MLA ശ്രീ അൻവർ സാദത്ത് നടത്തിയ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു. NIA കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തിരിക്കുന്നു. കേസിൽ വാദം നടക്കുന്നതിനിടെയാണ് പ്രോസിക്യൂഷൻ നിലപാട് വ്യക്തമാക്കിയത്. കേസ് അന്വേഷണം നടക്കുകയാണ് എന്നും പ്രതികളെ പുറത്തുവിടാൻ കഴിയില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. തെളിവുകൾ സമാഹരിക്കുന്ന സമയം പ്രതികൾ സാക്ഷികളെ
സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കോടതിയിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിന് ഉന്നയിക്കുന്ന പ്രധാന വാദം ഇതാണ്. അതുതന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാരും കോടതിയിൽ പ്രയോഗിച്ചത്. ഛത്തീസ്ഗഡ് ജയിലിൽ അടച്ച കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയെ സംസ്ഥാന സർക്കാർ എതിർത്തത് നിഗൂഢ നീക്കമെന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ കാറ്റിൽ പറത്തിയെന്നും തെരുവിൽ പ്രതിഷേധിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണ് എന്നും പാംപ്ലാനി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചത് ഏറെ ദുഃഖകരമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടുകയും ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യ ഹർജിയെ എതിർക്കുകയില്ലെന്ന് പറഞ്ഞതും രാജ്യം മുഴുവൻ വലിയ പ്രതീക്ഷയോടെയായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന സർക്കാർ നിഗൂഢമായ നീക്കത്തിലൂടെ ജാമ്യ ഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്നും അദ്ദേഹം പറയുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സമയോചിതമായിട്ടുള്ള സത്വരവുമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ട സമയമാണ് ഇതെന്നും പാംപ്ലാനി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരായിരുന്നു അറസ്റ്റിലായത്. ഇവർക്കൊപ്പം 3 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടികളെ കടത്തുകയാണ് എന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കുകയാണ് എന്നുമായിരുന്നു ബജ്രംഗ് ദളിന്റെ ആരോപണം. കന്യാസ്ത്രീകളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ പൊതു മധ്യേ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവർക്കുമെതിരെ നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ തന്നെ മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിസ്റ്റർ പ്രീതിയാണ് കേസിലെ 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതി. ഇങ്ങനെയാണ് കേസിന്റെ ഒരു കിടപ്പ്.